കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ആണ് ഈ മാജിക് വാളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ ഒരു ചിത്രത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഇനിയിപ്പോൾ ഇതാ ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരം ഡേറ്റകൾ കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെടും. അവിടെയാണ് അനുമോദ് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എക്സിറ്റ് പോളുകളിൽ സർവേകൾ നടത്തിയിട്ടുള്ള ഏജൻസികൾക്കെല്ലാം തന്നെ അവർ വളരെ ചെറിയ ഫോമുകൾ ആയിരിക്കാം. അതായത് നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ 2 കോടിയിലധികം വോട്ടർമാർ ഉണ്ട്. അവരിൽ നിന്നൊക്കെ വിവരശേഖരണം നടത്തുമ്പോൾ വളരെ കുറഞ്ഞൊരു മാർജിനിൽ ആയിരിക്കും ആളുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. പക്ഷേ ആ മാർജിനിൽ പോലും ഒരു പൊതു സ്വഭാവമുണ്ട് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. ഇനി ഇതാ നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ആണ് പോകുന്നത്. അവിടെയും വോട്ട് വൈബ് നടത്തിയ സർവേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിലെ ഇടങ്ങളിലെ വോട്ടുകൾ എവിടേക്കാണ് ഇത്തവണ ചാഞ്ചാടുന്നത് എന്നതാണ് അതിൽ കൃത്യമായും എടുത്തു പറയേണ്ടത്. ക്രൈസ്തവ വോട്ടുകൾ കാലങ്ങളായി തന്നെ UDFന് കരുത്ത് നൽകിയിരുന്നു എന്നതാണ്. പക്ഷെ മധ്യ കേരളത്തിൽ അടക്കം ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തെയും പിന്തുണച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് ഇത്തവണ മാറ്റമുണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. UDFനെ 58%-ലധികം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ പിന്തുണയ്ക്കുമ്പോൾ LDFനെ 30%-ഓളം ആളുകളാണ് പിന്തുണയ്ക്കുന്നത്. NDAയുടേത് 7.5%. ഇതായിരുന്നു ന്യൂസ് 18 പുറത്തുവിട്ട വോട്ട് വൈബ് എന്ന ഏജൻസി നടത്തിയ സർവേ എക്സിറ്റ് പോളിന്റെ റിസൾട്ട്. ഇനി ഇതാ ടുഡേസ് ചാണക്യയിലേക്ക് തന്നെ വരാം. ടുഡേസ് ചാണക്യ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളിൽ UDFന്റേത് 53% എന്നതാണ്. അപ്പോൾ ആ ടാലി ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ് 2 സർവേകളിലും എന്നതാണ്. LDFന്റേത് 34% എന്നതാണ്. അതും ഏതാണ്ട് ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തവണ ക്രൈസ്തവരുടെ വോട്ട് അധികമായി ലഭ്യമാകുന്നത് UDFന് തന്നെയാണ്. അതായത് UDF ക്രൈസ്തവ വോട്ടുകളെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കലായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ UDFന് വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ വീണ്ടും മാജിക് വാളിലേക്ക് പോകുമ്പോൾ നമുക്ക് 2021 ഡേറ്റകൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്നിട്ടുള്ള മണ്ഡലങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഇതാ ഈ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ചെലുത്തപ്പെടുന്ന സീറ്റുകൾ, ആ സീറ്റുകൾ എത്ര എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അവിടെ ഇതാ ഈ 140 മണ്ഡലങ്ങളിൽ ക്രൈസ്തവ മേഖലകളുടെ പിന്തുണ വരുന്ന സീറ്റുകളിലേക്കാണ് പോകുന്നത്. ഈ ഡേറ്റയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കേരളത്തിൻ്റെ ഒരു മധ്യഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും ആലപ്പുഴയും ഉൾപ്പെടുന്ന പ്രദേശത്തെ നമുക്ക് തെക്കൻ കേരളമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെ 4 ജില്ലകൾ ആണ് പ്രധാനമായും മധ്യ കേരളത്തിൽ വരുന്നത്. ഈ മധ്യ കേരളത്തിലാണ് ക്രൈസ്തവ വോട്ടുകൾക്ക് സ്വാധീനം കൂടുതൽ ഉണ്ടായിരുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൂടി കോട്ടയത്ത് വലിയ തോതിൽ പയറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇതാ നമ്മൾ ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2021 കാര്യം നേരെ തിരിച്ചായിരുന്നു കണക്കുകൾ എന്നതാണ്. അതായത് ക്രൈസ്തവ ബെൽറ്റുകളിൽ UDFന് വലിയ നേട്ടം കൊയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ ഇടതു മുന്നണിക്ക് സാധിച്ചിരുന്നു. അതായത് 140 മണ്ഡലങ്ങളിൽ 33 സീറ്റുകൾ ആണ് ക്രൈസ്തവ മെജോറിറ്റി വിജയം തീരുമാനിക്കുന്നത്, നിർണായകമാകുന്നത്. ആ 33 സീറ്റുകളിൽ എടുത്തു പറയേണ്ടത് 19 ഇടത്തും വിജയക്കൊടി പാറിക്കാൻ സാധിച്ചത് LDFനാണ് എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കണക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം UDFനാകട്ടെ കേവലം 14 സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ സാധിച്ചത് എന്നതാണ്. ഈ കണക്കുകൾ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാറി മറിയും എന്ന് വേണം നമുക്ക് കണക്കിലാക്കാൻ. അതിൽ തന്നെ കൗതുകകരമാകുന്ന മറ്റൊരു കണക്ക് കൂടിയുള്ളത് വോട്ട് ശതമാനത്തെ സംബന്ധിച്ചാണ്. LDFന് 39% വോട്ട് വിഹിതമാണ് ലഭിച്ചിരുന്നുള്ളൂ. ആ 39% വെച്ചുകൊണ്ടാണ് 19 സീറ്റുകൾ അവർ നേടിയത്. 41% പൊതുവിൽ പിന്തുണ ലഭിച്ചുവെങ്കിൽ പോലും 14 സീറ്റുകൾ ആണ് UDFന് നേടാൻ സാധിച്ചത്. ഇവിടെയാണ് ഈ വോട്ട് വിഹിതത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നത്. ഒപ്പം BJPയുടെ കണക്കുമൊന്ന് പറഞ്ഞു പോകാതെ വയ്യ. കാരണം 10% കഴിഞ്ഞ തവണ BJP കേന്ദ്രങ്ങളിലെ വോട്ട് എങ്കിൽ ഇത്തവണ അത് നേരിയ നിലയിൽ ഉയർത്താൻ സാധിക്കുന്നുണ്ട് BJPക്ക് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മേഖല എന്ന് പറയുന്നത്, അതായത് മധ്യ കേരളത്തിലെ ഈ ചുവപ്പ് കോട്ടകൾ, അല്ലെങ്കിൽ ചുവപ്പ് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സാങ്കേതികമായി തെറ്റാണ്,
ഇത് UDFന്റെ കോട്ടകളായിരുന്നു. അവിടേക്ക് ആണ് യഥാർത്ഥത്തിൽ LDF കടന്നു കയറിയത് എങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇതായിരിക്കില്ല ചിലപ്പോൾ ചിത്രം. ഇത് ഇപ്പോൾ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന LDFന്റേതായ സീറ്റുകൾ ഒരു പക്ഷേ UDFിലേക്ക് മറഞ്ഞേക്കാം എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡേറ്റ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളും അതോടൊപ്പം തന്നെ ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം ഞാൻ ഡാനിലേക്ക് പോകുന്നു. ഡാൻ ഡാനിലേക്ക് വരുന്നതിന് മുമ്പ് ഡാനിയിലേക്ക് പോകുമ്പോൾ ഡാനി ഈ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഈ ക്രിസ്ത്യൻ മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു മുൻതൂക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നടത്തിയെങ്കിൽ അത് എറണാകുളവും കോട്ടയവും ഇടുക്കിയും ഒക്കെ വരുന്ന മേഖലകളിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചു എന്നതാണ്. ആ ചിത്രത്തിന് ആയിരിക്കാം ഒരു പക്ഷേ മാറ്റമുണ്ടാകാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പൊതുവിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം വീണ്ടും മാറുന്നു. ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും UDFിലേക്ക് ആകർഷിക്കപ്പെടാൻ പോകുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് ഡാനി? അഭിലാഷ, നിലവിലെ ഒരു എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ശരാശരികൾ നൽകുന്ന ഒരു സൂചനകൾ ഈ രീതിയിലേക്ക് തന്നെയാണ് ഒരു അടിവരയിടുന്നത്. കാരണം കഴിഞ്ഞ ടൈമിലെല്ലാം തന്നെ ഇടതു മുന്നണിക്ക് കാര്യമായ നേട്ടം എന്തുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഭരണത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു മേജർ സ്ട്രെങ്ത് എന്ന് പറയാവുന്ന ഇടങ്ങളെല്ലാം തന്നെ ഈ മധ്യ കേരളത്തിൽ നിന്നായിരുന്നു. മധ്യ കേരളത്തിൽ നിന്ന് ഒരു വലിയ രീതിയിൽ സീറ്റുകൾ വാങ്ങാൻ കഴിയുന്നവർ തന്നെയായിരുന്നു അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഒരു പക്ഷേ UDFന്റെ എക്കാലത്തെയും വലിയൊരു ബെൽറ്റ് എന്ന് പറയാവുന്ന ഒരു ഇടവുമെല്ലാം തന്നെ മധ്യ കേരളത്തിലായിരുന്നു. മധ്യ കേരളത്തിലെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ തന്നെയായിരുന്നു കൂടുതലായും തന്നെ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസങ്ങൾക്ക് ഇളക്കം തട്ടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വലിയ രീതിയിലേക്ക് അവർക്ക് ഇടതുമുന്നണിക്ക് പലയിടങ്ങളിലേക്കും കടന്നു കയറാൻ കഴിഞ്ഞു എന്നതാണ് വ്യക്തമായ രീതിയിൽ തന്നെ. ഏതാണ്ട് 34ഓളം സീറ്റുകളിൽ തന്നെ വ്യക്തമായ രീതിയിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഉറച്ച UDF കേന്ദ്രങ്ങൾ എന്ന് കരുതുന്ന ഇടത്ത് പോലും ആ ഇടതുമുന്നണിക്ക് അപ്രമാദിത്വത്തോടെ നിൽക്കാൻ കഴിഞ്ഞു എന്നത് എല്ലാവരെയും തന്നെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തിരിച്ചടികളിൽ നിന്നുകൊണ്ട് വീണ്ടും എങ്ങനെയാണ് ഈ ഇവിടങ്ങളിലേക്ക് കടന്നു വരിക എന്നത് സംബന്ധിച്ച കൃത്യമായൊരു പഠനത്തോടുകൂടിയാണ് UDF ഇക്കുറി മുന്നോട്ട് പോവുകയും ചെയ്തത്. നേരത്തെ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടർച്ചകൾ ഇടതുമുന്നണിക്ക് അടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ചില കൂട്ടുകെട്ടുകളിലൂടെ അത് ഒരു പരിധിവരെയെങ്കിലും നികത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ കഴിഞ്ഞ തവണ അവർക്കതിന് സഹായകരമായിരുന്നു. ആ രീതിയിലുള്ളൊരു അന്തരീക്ഷമുണ്ടായിരുന്നു. അത്തരം അത് തന്നെയാണ് ഇത്തവണ NDAയും ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോയത്. കാരണം NDAയും പ്രധാനമായിട്ട് മധ്യ കേരളത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്തത് ക്രിസ്ത്യൻ വോട്ടുകളെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 2020യും അടക്കമുള്ളൊരു കൂട്ടുകെട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കിയതും ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു രീതിയിലുള്ള ഒരു അവലോകനം എന്ന് പറയുന്നത് UDFനോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഈ മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വലിയ ബെൽറ്റ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് കൃത്യമായ ഒരു മുന്നേറ്റം നടത്താൻ UDFന് ഒരു കഴിഞ്ഞ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാനായിട്ട് മധ്യ കേരളത്തിൽ സഹായകരമാകുമെന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമായും തന്നെയും സൂചിപ്പിക്കുന്നത്. അതിലെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന്, NDAയുടെ ഒരു ചില കൂട്ടുകെട്ടുകൾ 2020 അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാക്കിയത് കുറഞ്ഞപക്ഷം ക്രിസ്ത്യൻ വോട്ടുകളിലെങ്കിലും ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തങ്ങളുടെ പഴയയിടത്തേക്ക് തന്നെ പോകുവാനുള്ള ഒരു കാരണങ്ങൾ ഉണ്ടാക്കുന്നു. അതെല്ലാം തന്നെയും UDFന്റെ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിലും കണക്ക് കൂട്ടുന്നത്. വോട്ട് ബാങ്കുകളുടെ മധ്യ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിലേക്ക് ഇത്തവണ കടന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത് UDFന് ഗുണകരമാകും. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ ഒരു സീറ്റ് ശരാശരി എല്ലാം തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ അതിൽ എറണാകുളം ജില്ലയിലാണ് പിന്നെയും UDFന് എടുത്തു കാട്ടാൻ കഴിയുന്നത് നിലയുണ്ടായിരുന്നത്. 9 സീറ്റുകളായി കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്നത്. അത് ഇക്കുറി കൂടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് ഈ വോട്ടുകളുടെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയായിരിക്കും. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ അവിടെയും വലിയ രീതിയിൽ ഒരു സീറ്റ് മാത്രമാണ് UDFനുണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി ഒരു 3-4 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇത്തരം കാര്യങ്ങൾ തന്നെ അവർക്ക് തങ്ങൾക്ക് സഹായകരമാകുമെന്ന രീതിയിൽ തന്നെയാണ് ഒരു വിലയിരുത്തൽ ഈ 2 ജില്ലകൾ സംബന്ധിയായ കാര്യങ്ങളിലുമുള്ളത്. ഇത് ഒരു ട്രെൻഡ് എന്നതിനേക്കാളും അപ്പുറം തന്നെ ഈ വോട്ട് തങ്ങളിലേക്ക് കൂടുതൽ ഈ
ഈ ന്യൂനപക്ഷം അടുത്തു നിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തങ്ങളോട് അടുത്തു നിൽക്കുന്നു, അതിന് മതിയായ കാരണങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് UDFന്റെ ഒരു ആത്മവിശ്വാസവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.